കഴിഞ്ഞ 6 മാസമായിട്ട് കയറി കിടക്കുന്ന വണ്ടിയായിരുന്നു. ഞങ്ങളിപ്പോൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് വന്ന ടാങ്കും എൻജിനൊക്കെ പൂപ്പൽ പിടിച്ച് ആകെ കുളമായിട്ടുണ്ട്. നാളെ ഞങ്ങൾ ഡീറ്റെയിലിങ് വാഷിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പോളിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കാണാം നാളെ. ആകെ ഡേട്ടും റസ്റ്റൊക്കെ കയറിയിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ ഇട്ടിട്ടേ ബുള്ളറ്റ് പ്രേമികളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വിഷമവും. ഇതിൻ്റെ ഓണർ ആഗ്രഹിച്ച് വാങ്ങിയിട്ട് കുറച്ചു കാലം ഓടിച്ച് വെച്ച് പോയതാ വീട്ടിൽ. സകല മഴയും കൊണ്ട് തുരുമ്പും പിടിച്ച് സസ്പെൻഷനൊക്കെ ആകെ തുരുമ്പായി. റിമ്മും റേഷ് കാർഡും അടി ചേസിൻ്റെ ഭാഗമൊക്കെ തുരുമ്പായിട്ടുണ്ട്. ഒന്നൊരു ടാർപ്പായോണ്ട് മൂടിയിടണമെങ്കിൽ കുറേ ഭാഗം രക്ഷപ്പെട്ടാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് ബാറ്ററി ഒക്കെ ഇറങ്ങി കിടക്കായിരുന്നു. ഞങ്ങൾ ചാർജറൊക്കെ വെച്ച് തൽക്കാല സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. ബാറ്ററി പോയി, ബാറ്ററി തീരെ ബാക്കപ്പില്ല. ടാങ്ക് ഇതൊക്കെ പൂപ്പൽ കയറിയുണ്ട്. ആദ്യം ഇതൊന്ന് ഫുള്ള് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ടാങ്കൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് എത്ര റെഡിയാക്കി എടുക്കാൻ പറ്റുമോ അത്രയും മാക്സിമം സെറ്റാക്കി എടുക്കണം. ആദ്യം നമുക്കൊന്ന് വാഷ് ചെയ്ത് നോക്കാം. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എവിടെയൊക്കെ തുരുമ്പുണ്ട്. അപ്പോൾ പ്രഷർ അടിക്കുമ്പോൾ എന്തായാലും പെയിൻ്റൊക്കെ ഇളകി പോകും. അപ്പോൾ എത്രത്തോളം തുരുമ്പായിട്ടുണ്ടെന്ന് അറിയാം. അത് കഴിഞ്ഞ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞൊന്ന് ഡ്രൈ ആയതിനു ശേഷം ബാറ്ററിക്ക് വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അതിനുശേഷം ഓയിൽ ചേഞ്ച് ഉണ്ട്. പിന്നെ ബാക്കി ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ മാക്സിമം തുരുമ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അതിനുശേഷം ടാങ്കും സൈഡ് ബോക്സൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണം. അപ്പോൾ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഔട്ട്പുട്ട് കാണാം. അപ്പോൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈം എടുത്തു, 3-4-5 മണിക്കൂർ എടുത്തു വാഷ് ചെയ്ത് തീർക്കാൻ. ഇനി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ബാറ്ററി വെക്കണം. ബാറ്ററി വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അതിനുശേഷം എൻജിൻ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം. ഫിൽറ്ററുകൾ രണ്ടും മാറണം. ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും മാറണം. പിന്നെ ഹെഡ്ലൈറ്റിൽ ഡിമ്മ് പോയിട്ടുണ്ട്, ബ്രൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബൾബും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇനി വണ്ടി ഒന്ന് ഡ്രൈ ആവട്ടെ. ബൾബ് മാറിയ പിന്നെ ടയർ രണ്ടും എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടിലും പ്രഷർ വളരെ കുറവ്, 6 മാസത്തോളം കയറി കിടന്നല്ലേ. പിന്നെ ചെയിനൊന്ന് ലൂബ് ചെയ്യണം. റൗണ്ട് ഓടിച്ചു നോക്കി എല്ലാം സെറ്റാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് പോളിഷ് ചെയ്ത് ഇറക്കണം. അങ്ങനെയാണ് പ്ലാൻ. ഇനി ഡ്രൈ ആയതിനു ശേഷം ബാക്കി വർക്ക് തുടങ്ങും. നമുക്ക് ആദ്യം 2 വീലും എയർ അടിക്കാം. 2 വീലും പ്രഷർ വളരെ കുറവാണ്. ഏകദേശം 40 ആയിട്ടുണ്ട് പ്രഷർ. അപ്പോൾ അത് മതി. നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യണം. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാണ്ട് വണ്ടി. അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഫിറ്റ് ചെയ്യാം. അങ്ങനെ വണ്ടിയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ബാറ്ററി കണക്ട് ചെയ്യാം.
ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തപ്പോഴേ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിട്ടു. എയർ ഫിൽറ്റർ മാറണത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതാകെ ഡേറ്റ ഇവിടെ നിറച്ച് ഡേറ്റ. അത് മാറി. പിന്നെ അതേപോലെ തന്നെ പ്ലഗിൻ്റെ ഏരിയയിൽ ഫുള്ള് വെള്ളം വെച്ചിരുന്നു വാഷ് ചെയ്തപ്പോൾ. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വണ്ടി സ്റ്റാർട്ടായി. ഇനി അടുത്തത് ഓയിൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇനി ഓയിൽ ഡ്രെയിൻ ചെയ്തിടണം. അതിൽ എയർ ഫിൽറ്റർ മാറി. ഇനി ഓയിൽ ഫിൽറ്റർ മാറാണ്ട്, അതേപോലെ തന്നെ അടിയിലെ ഡ്രെയിൻ പ്ലഗും അടിയിലെ സ്റ്റെയിനറും ഉണ്ട്, ഓയിൽ സ്റ്റെയിനർ. അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെയിൻ ഡ്രൈനേറ്റർ അഴിച്ചു, അത് ഫുള്ള് ഡ്രെയിൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ക്ലച്ചിലെ ഡ്രൈനേറ്റർ അഴിച്ചു, അതും ഡ്രെയിൻ ചെയ്തെടുത്തു. സ്റ്റെയിനർ അഴിച്ചു, അത് ക്ലീൻ ചെയ്തിട്ടു. ഓയിൽ ഫിൽറ്റർ മാറി. ഇനി ഓയിൽ ഒഴിക്കണം. ഇതിലിനി 2 ലിറ്റർ ഒഴിക്കണം. അപ്പുറത്തെ ക്ലച്ചിൽ ആരും. അപ്പോൾ എൻജിൻ ബ്ലോക്കിൻ്റെ കഴിഞ്ഞു. ഇനി അത് ടൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മേജർ മെക്കാനിക്കൽ വർക്ക്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ടാങ്കും സൈഡ് ബോക്സും അതുപോലെ തന്നെ ഫ്രണ്ടിലെ മഡ്ഗാർഡൊക്കെ പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കണം.
കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാണ്ട്, അതേപോലെ ഒരു സ്വിച്ച് റീപ്ലേസ് ചെയ്യാണ്ട്, അതേപോലെ തന്നെ സ്പീഡോമീറ്റർ കേബിളും റീപ്ലേസ് ചെയ്യാണ്ട്. അങ്ങനെ കുറച്ച് ചില്ലറ വർക്ക് ബാക്കിയുണ്ട്. പോളിഷിങ് കഴിഞ്ഞിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴേ ചെറിയൊരു മിസ്സിങ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പ്ലഗാണ് നോക്കിയിരുന്നത്. ആ പ്ലഗ് അഴിക്കുമ്പോൾ തന്നെ അവിടെ നല്ല ലൂസായിരുന്നു, അവിടെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് അവിടെ ഒരു ചെറിയ ഗ്ലൂ ഇട്ട് സിലിക്കോൺ അടിച്ച് കയറ്റി ടാപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്ലഗ് അഴിച്ച് കഴിക്കുമ്പോൾ പ്ലഗ് ഭയങ്കര കാർബണായിട്ട് കഴിക്കും, അപ്പോൾ അതും റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആ മിസ്സിങ് ഒരു പകുതിയോളം ശരിയായി. എന്നാലും നമ്മൾ എക്സിറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഒരു വലിച്ചിൽ പോലെ വണ്ടി. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ മാറിയതാണ്. അത് നോക്കി ഇനിയിപ്പോൾ വല്ല ഇലക്ട്രിക്കൽ ഇഷ്യൂ ഉണ്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു അഡീഷണൽ ഒരു ഹോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ തിന്നായിട്ടുള്ള വയറ്, ഫ്യൂസ് ലൈന് പോലും കൊടുക്കാതെ എഞ്ചിനോട് ടച്ച് ചെയ്ത്, എഞ്ചിനും ടച്ച് ചെയ്തിട്ട് ഇവിടെ ഷാസിയിലൊക്കെ ടച്ചാക്കി അങ്ങനെ വലിച്ചിരിക്കുകയായിരുന്നു. ആര് ചെയ്താൽ അറിയില്ല. വളരെ മോശം, വളരെ മോശമാണ്. പിന്നെ അതേപോലെ തന്നെ ക്രാഷ് കാർഡൊക്കെ ഓളാക്കി അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇത് നോക്കിയപ്പോൾ ഹോൺ അടിക്കുമ്പോൾ അത് റിലേ ഓൾറെഡി ബേണായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ടായിട്ടാണോ അറിയില്ല. പിന്നെ ഹോൺ അടിക്കുമ്പോൾ തന്നെ ആ ലൈനിൽ ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം റിമൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ വെറുതെ ഒന്ന് ടാങ്ക് അഴിച്ചു നോക്കി. ടാങ്ക് അഴിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്. ടാങ്കിൽ നിറച്ച് കരടും. ഇതിപ്പോൾ ഞാനൊന്ന് പെട്രോളിൽ മുക്കി എടുത്തതാണ്. ഇത് ഫുള്ള് തരിമണൽ പോലുള്ള ഒരിതും, അതുപോലെ തന്നെ ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റ് പോലെ നിറച്ച് കയറി. ഫ്യൂവൽ പമ്പ് ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ അതായിരുന്നു ഇഷ്യൂ. ഇനി ഇത് റീപ്ലേസ് ചെയ്യണം. ഇത് റീപ്ലേസ് ചെയ്താൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി ഇത് കുട്ടപ്പനാവും. ബാക്കി നമുക്ക് എക്സ്ട്രാ വന്നിരുന്നത് പാഡ് ഉണ്ടായിരുന്നു. പാഡ് തീർന്ന് ഇത് സ്റ്റക്കായിരുന്നു, വൺ സൈഡ് മൊത്തം തേഞ്ഞു പോയിരുന്നു. അപ്പോൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്ത് അത് ഗ്രീസ് അടിച്ച് കയറ്റി അത് നല്ല പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് സെറ്റായി. അതേപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ലൈറ്റ് ചേഞ്ച് ചെയ്തു. പിന്നെ പാർക്ക് LED പാർക്ക് മൊത്തം പോയിണ്ടായിരുന്നു, ഒരെണ്ണം പോയിണ്ടായി. അവിടെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടിച്ച് LED കൺവേർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ യെല്ലോ ലൈറ്റ് ഉണ്ട്, അതും LED കൺവേർട്ട് ചെയ്തു. പിന്നെ ഇത് ഹെഡ്ലൈറ്റിന് സ്വിച്ച് ഉണ്ടായിരുന്നു, അത് സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ നല്ല അലങ്കോലമായ രീതിയിലായിരുന്നു ഇതിനുള്ളിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാത്രി ചെയ്തു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ അതഴിച്ച് അത് ഫുള്ള് ഹീറ്റ് സ്ലീവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ സ്വിച്ച് വെച്ച് ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലൂയിഡൊക്കെ നോക്കി, അത് പാഡ് അഴിക്കുന്ന സമയത്ത് മുകളിൽ അഴിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ഫ്ലൂയിഡ് ലെവല് പുതിയ പാഡ് ഇട്ടപ്പോൾ കുറച്ച് ഹൈ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് എടുത്ത് കറക്റ്റ് ലെവലാക്കി വെച്ചു. അതൊക്കെയാണ് വർക്കുകൾ ചെയ്ത്. ഇനി ആ ഫിൽറ്റർ മാറ്റുക, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക, ടാങ്ക് സെറ്റ് ചെയ്യുക. ആ പണി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെസ്റ്റ് ഡ്രൈവ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്കും ഫൈനൽ റിസൾട്ടും കാണിച്ചു തരാം. ഈ വണ്ടി ശരിക്കേ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കാനും അതേപോലെ തന്നെ ടാങ്ക് ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്ന വണ്ടിയാണ്. അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന വഴിക്ക് സ്റ്റാർട്ടാവാതെ ഞങ്ങൾ ചാർജറൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തുകൊണ്ടുവന്ന. അപ്പോൾ പിന്നെ ബാറ്ററി മാറി സ്വാഭാവികമായിട്ട്. പിന്നെ ഓയിൽ നോക്കിയപ്പോൾ ഓയിൽ കറുത്തിരിക്കുന്നു. അപ്പോൾ ഓയിൽ മാറി. അപ്പോൾ ഫിൽറ്റർ മാറി. അതിൻ്റെ ഡ്രൈനറ്റിൻ്റെ വാഷറുകളൊക്കെ പുറത്താരോ പണിത് അതൊക്കെ ചതഞ്ഞ് അവിടെ ലീക്കും പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ ഒരു തലക്കുമ്പോൾ തുടങ്ങി. ഓയിൽ മാറി,
അതിനുശേഷം 2 ഫിൽറ്ററുകൾ, ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും മാറി. അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴാണ് വണ്ടി മിസ്സിങ്. അതേപോലെ വണ്ടി ഇടയ്ക്ക് ഒന്ന് ഓഫ് ആവണ പോലെ ഒരു ഫീല്. അപ്പോൾ ഞങ്ങൾ ഇലക്ട്രിക്കൽ ലൈനൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ക്ലാവ് പിടിച്ചു. ഇത് മഴ കൊണ്ട് കിടക്കായിരുന്നു വണ്ടി, ഒരു ശ്രദ്ധയില്ലാതെ മൂടി നിടാതെ. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ പണികളാണ്. ഓൾമോസ്റ്റ് നിർത്തിയിട്ട് പോണ വണ്ടികൾക്കൊക്കെ കിട്ടാൻ ഏതാണ്ട് ചാൻസ് അല്ല നമ്മളവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച്. അപ്പോൾ ഇലക്ട്രിക്കൽ ലൈനെല്ലാം ഒരു തലക്കുന്ന ഹെഡ് തൊട്ട് നമ്മളുടെ ഫ്യൂസ് ലൈന്, ബാറ്ററി സെക്ഷൻ വരെ കംപ്ലീറ്റ് അഴിച്ച് കണക്ടറുകളൊക്കെ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ക്ലാവ് പിടിച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു വണ്ടി റണ്ണിങ്ങിലൊക്കെ ഇങ്ങനെ ഓഫായി പോവുക, ലൈറ്റുകളൊക്കെ ഓഫായി പോവുക. അത് കഴിഞ്ഞ് പിന്നെ ഹോണ് പുറത്തുനിന്ന് വലിയ ഹോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വലിയ ഹോൺ ഇവിടെ ഒരു ഹോളടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആരും ചെയ്തറിയില്ല. അത് വയറ് സ്ലീവ് ഒന്നും ഇടാതെ തോന്നിയോണം അതിൽ കൂടെ എടുത്തിട്ട് അത് ടാങ്ക് ഇരിക്കുന്നിടത്തൊക്കെ തട്ടി അത് ഷോർട്ടാവുമായിരുന്നു. അപ്പോൾ ആ ലൈൻ മാറി ഫുള്ള് സ്ലീവ് അടിച്ച് പുതിയ റീലൊക്കെ കയറ്റി, നല്ല ഹെവി റീലൊക്കെ കയറ്റി നെഗറ്റീവ് അടക്കം ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന രീതിക്ക് അങ്ങനെ ചെയ്ത് അതൊരു പണി. പിന്നെ ഹോൺ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഉള്ളിൽ കോയിൽ കത്തിപ്പോണ്ടായിരുന്നു. അപ്പോൾ അതും ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ബൾബ് ഡിമ്മ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് മാറി അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റുകളൊക്കെ മാറ്റി LED ആക്കി. അങ്ങനെ ഒരു തലക്കം തുടങ്ങിയതാണ്. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വീണ്ടും ഈ ഇലക്ട്രിക്കൽ ലൈൻ ഇഷ്യൂ നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ വീണ്ടും ഒരു വലിച്ചിൽ പോലെ. അപ്പോൾ ഇഞ്ചക്ടർ ഇത്ര കാലം ഇരുന്നല്ലേ, അപ്പോൾ ഇഞ്ചക്ടർ ക്ലീനർ ഒഴിച്ചിട്ട് അത് ഓടിയിട്ട് ആ വലിച്ചിൽ നിന്നു. പക്ഷേ പിന്നെ വണ്ടി കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു മൂവ്മെൻ്റ് ആവാത്ത പോലെ, കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു മൂവ്മെൻ്റ് ആവാത്ത പോലെ. അപ്പോൾ ഇപ്പോൾ ത്രോട്ടിൽ ബോഡി അഴിച്ചു. അതഴിച്ചപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഞാൻ. ഇതഴിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ക്ലാവ് പിടിച്ചിരിക്കുന്നു, ഈർപ്പം കയറിയിട്ട്. അതേപോലെ തന്നെ ഇത് രണ്ടും അഴിച്ചു, ഇതിൻ്റെ ഉള്ളിലൊക്കെ അതായിരുന്നു അവസ്ഥ. പിന്നെ അതിൻ്റെ ഈ കണക്ടറും സംഭവം വാട്ടർ സീലിലാണ് വരുന്നത്, എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ച് ആകെ കുളായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ വണ്ടി 2-3 ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോൾ കയറി കിടന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വീൽ ബെയറിങ് പോയി. ഇനിയിപ്പോൾ അത് മാറണം. ഓൾമോസ്റ്റ് എല്ലാവർക്കും ആയി. അപ്പോൾ വണ്ടി കയറ്റിയിട്ട് പോണവരോട് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ച പോലെയല്ല പണി വരാം. ഒരു തലക്കണ്ണാട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പണിയായിരിക്കും. അപ്പോൾ വണ്ടി മാക്സിമം ഓടാവുന്ന രീതിക്ക് വെച്ചിട്ട് പോവുക. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല സേഫായുള്ള സ്ഥലത്ത് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിക്ക് മൂടിയിട്ട് മഴ കൊള്ളാത്ത രീതിക്ക് വയ്ക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഫുൾ പണിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ അത്യാവശ്യം കോസ്റ്റായി. ഇതിപ്പോൾ ഇവിടെ ചെയ്യണോണ്ട് ലേബർ കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നാലും സ്പെയർ തന്നെ മേടിച്ച് അത്യാവശ്യമായി. ഇനിയിപ്പോൾ ഇത് ബാക്കിൽ അഴിക്കുമ്പോൾ അറിയാം, അവിടെ ലൈനർ ചിലപ്പോൾ പോകും. ബെയറിങ് ഓൾറെഡി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബുഷ് പോയിട്ടുണ്ടെങ്കിൽ അത് മാറണം. പിന്നെ ഇത് ലൈനർ നോക്കേണ്ടി വരും. ലൈനർ ഇപ്പോൾ ചവിട്ടുമ്പോൾ ഏതാണ്ട് ആയ പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ അതും മാറേണ്ടി വരും. അപ്പോൾ വണ്ടി ഇട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പണിയെടുക്കേണ്ടി വരും. പിന്നെ ഫ്രണ്ടിലെ പാഡും മാറി ഞങ്ങൾ. അങ്ങനെ ഒരുപാട് പണികൾ. ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വണ്ടിയുടെ മിസ്സിംഗ് ഒക്കെ മാറി, നല്ല സ്മൂത്തായി, നല്ല പെർഫോമൻസൊക്കെ, വണ്ടി നല്ല നീറ്റായി. പിന്നെ നമുക്ക് ആകെ പെൻഡിങ് ഉണ്ടായ വർക്ക് ബാക്കിലെ ബെയറിങ് മാറലായിരുന്നു. അപ്പോൾ അത് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്നാണ് ചെയ്തത്. വരന്തരപ്പള്ളിയിലെ ചിമ്പേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ, അവിടെയാണ് സ്ഥിരമായിട്ട് പോകാറ്. അപ്പോൾ ചിമ്പേട്ടനായിട്ടുള്ള സൗഹൃദം കാരണം കൊണ്ട് അവിടെ തന്നെ ചെയ്യലെല്ലാതും. അപ്പോൾ അവിടെ പോയി അഴിച്ചപ്പോഴാണ് ഞെട്ടിയത്. ചിമ്പേട്ടൻ വരെ ചിരിച്ചു പോയി. എന്താ കേട്ടിരിക്കണേ? എമരി പേപ്പറാ? ബെയറിങ് ലൂസായിരുന്നു അതിൻ്റെ സീറ്റിങ്ങിൽ. അപ്പോൾ അതിൽ എമരി പേപ്പറിൻ്റെ പീസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ വെച്ച് ഓടിയിട്ട് എമരി പേപ്പർ അടക്കം കിടന്ന് തിരിഞ്ഞിട്ട്, ബെയറിങ്ങിൻ്റെ സീറ്റടക്കം കിടന്ന് തിരിഞ്ഞിട്ട് അവിടെ മൊത്തത്തിൽ വലിയ ഗ്യാപ്പായി. അത് കാരണം തന്നെ 2 സൈഡിലെ വീൽ ബെയറിങ്ങും അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് സോക്കറ്റിന് ഒരു വലിയ ബെയറിങ് വരും, അതും പോയിരുന്നു. അതുകൂടാതെ സ്വിങ് ആമും പോയിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് കുറച്ച് പൈസയായി.
അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ് വണ്ടി നല്ല സൂപ്പർ കണ്ടീഷനിലായിട്ടുണ്ട്. പുതിയ ബൈക്ക് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതേപോലെയുള്ള വീഡിയോസ് ഇനി വരും. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കാത്തിരിക്കുക. താങ്ക് യു.